ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലീഡിംഗ് ട്രേഡിംഗ് ബ്രോക്കറായ അപ്സ്റ്റോക്സ് അക്കൗണ്ട് എങ്ങനെ ഫ്രീ ആയി ഓപ്പൺ ചെയ്യുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തിയുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് കയറി നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ലിങ്കിൽ എല്ലാവരും കയറുക. ഈ ലിങ്ക് കയറി മാത്രമാണ് നിങ്ങൾക്ക് ഫ്രീ ആയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലിങ്ക് ഓപ്പൺ ചെയ്ത് മുമ്പോട്ട് പോവുക. ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പെർമനൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് ആരോ കാണിച്ചിരിക്കുന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി താഴെ കാണുന്ന ഗെറ്റ് OTP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ആ OTP ഇവിടെ കൃത്യമായി എൻ്റർ ചെയ്ത് കഴിഞ്ഞ് താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് എ ന്യൂ 6 ഡിജിറ്റ് പിൻ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു 6 അക്ക നമ്പറുള്ള ഒരു പിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇത് നമുക്ക് അടുത്ത പ്രോസസ്സിൽ അപ്സ്റ്റോക്സ് ലോഗിൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് ഓർത്തിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി എൻ്റർ ചെയ്ത് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങളുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഒരു OTP വരാനുണ്ട്. അതുകൊണ്ട് ഗെറ്റ് OTP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു 6 അക്ക നമ്പറുള്ള OTP വരും. ആ OTP ഇതിലേക്ക് കൃത്യമായി തന്നെ എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി അത്യാവശ്യമായ 2 ഡോക്യുമെൻറ്റ്സ് ആണ്. ഒന്ന് പാൻ കാർഡും അതുപോലെ തന്നെ ആധാർ കാർഡും. ഈ രണ്ടും നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം. ഇനി കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ പാൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമ്മുടെ പാൻ കാർഡ് നമ്പർ വളരെ കൃത്യമായി എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യണം. അത് കലണ്ടർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡേറ്റും വർഷമൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തായി കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ജെൻഡർ ചോദിച്ചിട്ടുണ്ട്. ജെൻഡർ സെലക്ട് ചെയ്യുക. പിന്നെ വാട്ട് ഈസ് യുവർ മാരിറ്റൽ സ്റ്റാറ്റസ് അത് സെലക്ട് ചെയ്യുക. പിന്നെ ആനുവൽ ഇൻകം അത് ഈ ഓപ്ഷനിൽ കാണുന്ന സെലക്ട് ചെയ്യുക. അത് താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് യുവർ ട്രേഡിംഗ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് സെലക്ട് ചെയ്യുക. പിന്നെ അടുത്തായിട്ട് ഫാദേഴ്സ് നെയിം, അതായത് പാൻ കാർഡിലുള്ള അതേ നെയിം തന്നെ ആവണം. ഫാദേഴ്സ് നെയിം ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ വാട്ട് ഈസ് യുവർ ഓക്യുപ്പേഷൻ, അത് ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. പിന്നെ വിഡ് യു ലൈക്ക് ടു ആക്ടിവേറ്റ് യുവർ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻ ആൻഡ് കമ്മോഡിറ്റീസ്, കറൻസി ആൻഡ് കമ്മോഡിറ്റീസ് എന്ന ഓപ്ഷൻ, അത് നമ്മൾ എസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. കഴിയുമ്പോൾ ഈസ് യുവർ കൺട്രി ഓഫ് ടാക്സ് റെസിഡൻസി എന്ന് കാണിക്കുന്നുണ്ട്. അത് എസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ താഴെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മളെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയ ശേഷം താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ 2 ബോക്സ് കാണാം, അത് ടിക്ക് ചെയ്യണം. ഐ അക്സെപ്റ്റ് ദി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബോക്സ് ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ UCC കോഡ്, യൂണിക് ക്ലയൻറ്റ് കോഡ് എന്നാണ് പറയുന്നത്. ഡിമാറ്റ് അക്കൗണ്ടിന് വേണ്ടിയാണ് അത്. ആ ഓപ്ഷനും കൂടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാൻ. അത് കഴിയുമ്പോൾ കൺഗ്രാജുലേഷൻ, യു ക്യാൻ ഗെറ്റ് എ സ്റ്റോക്ക് ഓഫ് ₹0 എന്ന് പറഞ്ഞാണ് നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റോക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഐ വാണ്ട് എ സ്റ്റോക്ക് ഫോർ 0 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അത് കഴിയുമ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഈസ് റിക്വയർഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബോക്സിൽ നമ്മുടെ ഫിംഗർ കൊണ്ട് കൃത്യമായി തന്നെ ഇവിടെ ഒപ്പിടുക. അതായത് നമ്മൾ സ്ക്രീനിൽ തന്നെ ഒപ്പിടുക. അത് കഴിഞ്ഞ് കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇവരെ കണക്ട് യുവർ ഡിജി ലോക്കർ വിത്ത് അപ്സ്റ്റോക്സ് അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ ഡിജി ലോക്കറുമായിട്ട് നമ്മുടെ അപ്സ്റ്റോക്സ് അക്കൗണ്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇനി കണക്റ്റ് നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഈ പ്രോസസ്സ് അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡിജി ലോക്കർ ഇതായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുക. ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ഒരു OTP വരും. ആ OTP നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്കാണ് വരുന്നത്. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്സ്റ്റോക്സ് ഡിജി ലോക്കർ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അലോ ചെയ്യുക. പിന്നെ അടുത്തായിട്ട് പറയുന്നത് നെക്സ്റ്റ് സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു ക്യാമറ ആക്സസ് ഉണ്ട്. അതൊന്ന് കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഇതൊന്ന് അലോ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ക്യാമറ ഉടനെ തന്നെ ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞേക്കുന്നത് ക്യാപ്സും സൺഗ്ലാസും ഒഴിവാക്കുക, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഗോട്ട് ഇറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഉടനെ തന്നെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ഇതിലൂടെ തന്നെ നേരെ ക്യാപ്ചർ ചെയ്ത് ഇതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗോട്ട് ഇറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തു. അടുത്തായി ചോദിച്ചിരിക്കുന്നത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ആദ്യം തന്നെ അക്കൗണ്ട് ഹോൾഡർ നെയിം, നമ്മുടെ നെയിം ഇവിടെ എൻ്റർ ചെയ്യുക. അടുത്തതായിട്ട് IFC കോഡ്, നമ്മുടെ ബാങ്കിൻ്റെ IFC കോഡ് എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് ബാങ്ക് അക്കൗണ്ട് നമ്പർ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൃത്യമായി തന്നെ എൻ്റർ ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് റീ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ലിമിറ്റഡ് ടൈം അക്കൗണ്ടിങ് ഓഫർ, അതായത് സൈൻ അപ്പ് ഫോർ ഫ്രീ, നമുക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്കിൽ കയറി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇനി കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുമ്പോൾ കൺഗ്രാജുലേഷൻ, യുവർ ലിമിറ്റഡ് പ്ലാൻ ഓഫേഴ്സ് ആർ ഓൺ ദി വേ. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഓഫറാണിത്. ഇവർ പറയുന്നത് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻ, കറൻസി ആൻഡ് കമ്മോഡിറ്റി ഓപ്ഷൻ അലോ ചെയ്ത് കൊടുക്കണം. അത് എസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. താഴെയായിട്ട് നമ്മുടെ ഇൻകം പ്രൂഫ് ചോദിച്ചിട്ടുണ്ട്. ഇൻകം പ്രൂഫിൽ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് ഏതെങ്കിലും മതി. അപ്പോൾ സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ 6 മാസത്തെ ലാസ്റ്റ് 6 മന്തിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിലേക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്തത്. ഇനി താഴെ കാണുന്ന ടാപ്പ് ടു അപ്ലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ഇതിലേക്ക് ആഡ് ചെയ്യാം. PDF ആയിട്ടോ PNG രൂപത്തിലോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ അപ്ലോഡ് ആയത് കാണാം. ഇനി താഴെ നമ്മുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് ഇവർ നമുക്ക് നോമിനീസിനെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോമിനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ്, പെർമനൻറ്റ് അഡ്രസ്സ് ഇതൊക്കെ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോമിനി ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോമിനി ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ താഴെ കാണുന്ന ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പോൾ സൈൻ യുവർ ആപ്ലിക്കേഷനാണ് അടുത്ത പ്രോസസ്സ്. നമ്മുടെ ആധാർ OTP ഒക്കെ കണക്ട് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ സൈൻ ചെയ്യണം. അതിന് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടാവണം. അപ്പോൾ അത് കഴിഞ്ഞ് താഴെ കാണുന്ന സൈൻ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി താഴെ 2 ബോക്സ് ഉണ്ട്, അത് ടിക്ക് ചെയ്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പ്രൊസീഡ് ടു സൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കമ്മോഡിറ്റീസ് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതൊന്ന് നോക്കിയ ശേഷം സൈൻ കൊടുക്കുക. അടുത്ത പ്രോസസ്സിൽ നമ്മുടെ ആധാർ കാർഡ് നമ്പർ വളരെ കൃത്യമായി എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് താഴെ കാണുന്ന സെൻഡ് OTP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരും. OTP എൻ്റർ ചെയ്യുക. വെരിഫൈ OTP എൻ്റർ ചെയ്യുക. അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്കിടെ ആഡ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ താഴെ കാണുന്ന ഡൗൺലോഡ് ഡോക്യുമെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോസസ്സ് എല്ലാം നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് 3 ഡേയ്സാണ് ഈ അക്കൗണ്ട് വെരിഫൈ ആവുന്നതിന് വേണ്ടി ഇവർ പറഞ്ഞിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുന്നതാണ്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് പ്ലേ സ്റ്റോറിൽ കയറി അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമുക്കിനി ഇൻസ്റ്റാൾ ചെയ്യാം. അപ്സ്റ്റോക്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് താഴെ കാണുന്ന ഗെറ്റ് OTP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. OTP കൃത്യമായി എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ 6 ഡിജിറ്റ് പിൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു പിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പിൻ ഇവിടെ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് ഇനി ഫിംഗർ പ്രിൻറ്റ് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലെ ഫിംഗർ പ്രിൻറ്റ് ഇതിലേക്ക് സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പണായി വരും നമുക്ക് കാണാം. ഇനി നമുക്ക് ട്രേഡിംഗ് ഇതിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലീഡിംഗ് ട്രേഡിംഗ് ബ്രോക്കറാണ് അപ്സ്റ്റോക്സ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.
അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ കയറി തന്നെ ലിങ്ക് കയറി തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിലും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.